രാത്രിയോട് കൂടിയാണ് ഈ സംഭവം ഉണ്ടായത്. രാത്രി 5ാമത്തെ പ്രസവമായിരുന്നു അസ്മയുടേത്. ഈ ഭർത്താവ് സിറാജ് എന്ന് പറയുന്നത് ഇവിടെ വാടകയ്ക്ക് താമസിക്കുന്ന ആളാണ്. അവരും കുടുംബമായി വാടകയ്ക്ക് താമസിക്കുന്നു. മന്ത്രവാദവും അതുപോലെ തന്നെ വെള്ളം മന്ത്രിച്ച് കൊടുത്ത് അങ്ങനെയൊക്കെ ഉപജീവനം കഴിയുന്ന ഒരാളാണ് ഇയാൾ. ആളുകളുമായി അയൽവാസികളുമായി മാത്രം നല്ല ബന്ധത്തിലൊന്നുമല്ല കഴിയുന്നതും. ഏതായാലും ഈ വീട്ടിൽ തന്നെ ആശുപത്രിയിൽ പോയി പ്രസവിക്കുന്നതിനൊക്കെ ഇയാൾ എതിരായിരുന്നു. വീട്ടിലാണ് പ്രസവം ഉണ്ടായതെന്നാണ് പറയുന്നത്. അങ്ങനെയാണ് ഈ സ്ത്രീ മരിച്ചത്. മരിച്ചതിന് പിന്നാലെ തന്നെ ആരോടും പറയാതെ ഇയാൾ മൃതദേഹം, ഈ സ്ത്രീയുടെ വീട് എന്ന് പറയുന്നത് പെരുമ്പാവൂരാണ്, ഇയാളുടെ വീട് ആലപ്പുഴയുമാണ്, പെരുമ്പാവൂരിലേക്ക് കൊണ്ടുപോയി അവിടെ രാവിലെ മൃതദേഹം സംസ്കരിക്കാനുള്ള ശ്രമം ഇയാൾ നടത്തി. ആശയം ആദ്യം നിർത്തലാക്കണം. അതുപോലെ തന്നെ പോപ്പുലേഷൻ കൺട്രോൾ ബിൽ പാസ്സാക്കണം. ഒരു കമ്മ്യൂണിറ്റി മാത്രമല്ല, എല്ലാ കമ്മ്യൂണിറ്റിയാണ് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. രാത്രിയോട് കൂടിയാണ് ഈ സംഭവം ഉണ്ടായത്. രാത്രി 5ാമത്തെ പ്രസവമായിരുന്നു അസ്മയുടേത്. ഈ ഭർത്താവ് സിറാജ് എന്ന് പറയുന്നത് ഇവിടെ വാടകയ്ക്ക് താമസിക്കുന്ന ആളാണ്. അവരും കുടുംബമായി വാടകയ്ക്ക് താമസിക്കുന്നു. മന്ത്രവാദവും അതുപോലെ തന്നെ വെള്ളം മന്ത്രിച്ച് കൊടുത്ത് അങ്ങനെയൊക്കെ ഉപജീവനം കഴിയുന്ന ഒരാളാണ് ഇയാൾ. ആളുകളുമായി അയൽവാസികളുമായി മാത്രം നല്ല ബന്ധത്തിലൊന്നുമല്ല കഴിയുന്നതും. ഏതായാലും ഈ വീട്ടിൽ തന്നെ ആശുപത്രിയിൽ പോയി പ്രസവിക്കുന്നതിനൊക്കെ ഇയാൾ എതിരായിരുന്നു. വീട്ടിലാണ് പ്രസവം ഉണ്ടായതെന്നാണ് പറയുന്നത്. അങ്ങനെയാണ് ഈ സ്ത്രീ മരിച്ചത്. മരിച്ചതിന് പിന്നാലെ തന്നെ ആരോടും പറയാതെ ഇയാൾ മൃതദേഹം, ഈ സ്ത്രീയുടെ വീട് എന്ന് പറയുന്നത് പെരുമ്പാവൂരാണ്, ഇയാളുടെ വീട് ആലപ്പുഴയുമാണ്, പെരുമ്പാവൂരിലേക്ക് കൊണ്ടുപോയി അവിടെ രാവിലെ മൃതദേഹം സംസ്കരിക്കാനുള്ള ശ്രമം ഇയാൾ നടത്തി. പ്രസവം എന്നുള്ള ആശയം ആദ്യം നിർത്തലാക്കണം. അതുപോലെ തന്നെ പോപ്പുലേഷൻ കൺട്രോൾ ബിൽ പാസ്സാക്കണം. ഒരു കമ്മ്യൂണിറ്റി മാത്രമല്ല, എല്ലാ കമ്മ്യൂണിറ്റിയാണ് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്.